അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നാണോ നിങ്ങൾ പറയാറ്? അങ്ങനെ ആയിരിക്കണം പറയേണ്ടത്. അല്ലാതെ ഇതൊക്കെ എന്ന രീതിയിലല്ല. നമ്മളൊരു നല്ല വസ്ത്രം ധരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് നല്ല മാച്ചുണ്ട് കേട്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മാഷാ അല്ലാ എന്ന് ഉടനടി പറയാൻ കഴിയണം. എന്തിനാണ്? നല്ലൊരു വസ്ത്രം ധരിച്ച് ഇനിയും നടക്കാനുള്ള തൗഫീക്ക് ലഭിക്കാനാണ്. അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിറങ്ങാൻ ഹൃദയം ശുദ്ധിയായിരിക്കണം, പറയാനുള്ള മനസ്സുണ്ടായിരിക്കണം. ആര് ചോദിച്ചാലും റബ്ബിലേക്ക് ഏൽപ്പിച്ചു എന്നുള്ളൊരൊറ്റ വാക്ക് അത് നമ്മൾക്കുണ്ടായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, നമുക്ക് എണ്ണം പിടിക്കാം. ഒരു 11 തവണ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ നിന്നാൽ ഈ കേൾക്കുന്നവരിൽ എല്ലാവരും ചൊല്ലുമോ? എല്ലാവരും പറയുമോ? ഇല്ല. ചിലരൊക്കെ കേൾക്കുമ്പോൾ പറയും, ചിലരൊക്കെ ഇത് കേട്ടിരിക്കും, ചിലവരൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കും. ഉസ്താദ് എന്താണ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെയൊക്കെയല്ലേ ഒരു നിമിഷം നമ്മളൊക്കെ പറഞ്ഞു പോകുന്നേ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അതെന്താണെന്നല്ലേ ഇത് ഇതൊരു AI ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. AI തന്നെ ആയിരിക്കും, എങ്കിലും അതിലൊരു പാഠമുണ്ട്. നിങ്ങളെക്കൊണ്ടൊരു നിമിഷം ഹംദ് ചൊല്ലിപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് ഒന്നടുക്കാൻ, ഒന്ന് സ്തുതിക്കാൻ ഒരു ചെറിയ വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ക്ഷീണം പൂർണ്ണമായി മാറിയിട്ടില്ല, അതുകൊണ്ടാണ് വളരെ വിപുലമായ രീതിയിൽ വീഡിയോകളിലേക്കൊന്നും കടക്കാതെ നിങ്ങളൊക്കെ കാണാനും ആഗ്രഹിക്കുന്ന ഓരോ നിമിഷങ്ങളിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരേണ്ടതുണ്ടല്ലോ എന്നൊക്കെ ആഗ്രഹം നിങ്ങൾക്കുള്ള പോലെ എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.